ആഫ്റ്റർ ലോങ് ടൈം. ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പിലാണ്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള ഒരു ത്വര വന്നത്. കുറച്ച് ബീഫ് വാങ്ങി, 1/2 കിലോ ബീഫ് ഉണ്ട്, 3 സവാള, പുതിന, മല്ലിച്ചപ്പ്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ദഹി, പിന്നെ കറിവേപ്പില, മുളക്, പച്ചമുളക്, കുറച്ച് ഗീ, ഇതൊക്കെ ഇടും. ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുക്കറിലിട്ട് വിസിലടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ ബാക്കി ദം പരിപാടി, ദം ബിരിയാണി അത് വേറെ ഉണ്ട്. ബീഫ് ഫുള്ള് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് നമ്മള് വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് കുക്കറിൽ പ്രഷറായിട്ട് ഓക്കെ ഫുള്ള് സെറ്റ്. അരി ബിരിയാണി അരിയുടെ പരിപാടിയാണ്. ഗുഡ് സ്പോൺസേഡ്. നമ്മൾ അരി ബിരിയാണിക്ക് നല്ലത് ബസ്മതി അരി. അങ്ങനെയല്ല, എല്ലാം നല്ലതാണ്. ഇവിടെ മറ്റേ കൈമാ റൈസിനും ഇവിടെ കിട്ടത്തില്ല. ആക്ച്വലി കിട്ടും, മറ്റേ ഇതേപോലത്തെ അവൈലബിലിറ്റി ഇത്രയും ചെറിയ സമയത്തിനുള്ള അതൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലോങ് ഗ്രൈൻ അരിയാണ് വാങ്ങിയത്. 3 ഗ്ലാസ് ഇടാം അല്ലേ. സ്പെഷ്യൽ ബിരിയാണി ചെമ്പ് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ സെറ്റ് ആകുന്ന പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതിലാണ് നമ്മൾ റൈസ് സെറ്റ് ചെയ്യണതും ദമ്മാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം തീ കത്തിക്കുന്നു. കുക്കറിൽ ബീഫ് വെന്ത് സെറ്റ് മണമൊക്കെ ഉണ്ട്, നല്ല മണം, എരിവായിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല ഗോവർദ്ധൻ നെയ്യ്, ഗോവർദ്ധൻ നെയ്യിലേക്ക് ബിരിയാണിക്ക് ഇതൊക്കെയാണ് ഉള്ളത്. അങ്ങനെ പണിയായാലും 2 രൂപ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. നിങ്ങളല്ലേ തിരിച്ചു വെക്കട്ടെ. അതൊക്കെ 2 രൂപ പട്ട, ഒരു ഏലക്കായ, പിന്നെ കുറച്ച് ഇവിടെ മാത്രം കിട്ടുന്ന കുറച്ച് ടൈപ്പ് മസാല, എല്ലായിട്ട് ഏലക്കായ. തീ കുറച്ച് വെച്ചേക്കാം. ഇതിലേക്ക് വെള്ളം നമ്മൾ 2 ഗ്ലാസ് അരി. സോ 1:2 5 ഗ്ലാസ് വെള്ളം. ഉപ്പ്, സോൾട്ട് ടു ടേസ്റ്റ്, നാരങ്ങ നീര്, രണ്ടും കൂടെ ഇട്ടിട്ട് നമ്മുടെ മറ്റേ കിച്ചന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്വല്പം നാരങ്ങ. മിക്സ്. ബിരിയാണി ദമ്മി കയറ്റുള്ള ധൃതിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് വിട്ടുപോയി. വേറെ ഒന്നുമില്ല, ബീഫ് ഇതിലേക്ക് ചെമ്പിലേക്ക് ആക്കി വെന്ത റൈസ് അതിന്റെ മേളിലേക്ക് ഇടുക. ഓക്കെ, അങ്ങനെ നമ്മൾ ദമ്മിനുള്ള പരിപാടി നോക്കുന്നു. എല്ലാ റൈസ് അതിന്റെ മേളിലേക്ക് ഇടുക. ഓക്കെ, ഇനി ഇവിടെ
ബീഫിൽ എന്താ കുറച്ച് ഗ്രേവി ബാലൻസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, മേളിൽ ഒരു ഗുമ്മിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ അവിടെ ഉണ്ടാവും. ഓക്കെ, എന്നിട്ടിത് ഡക്കൻ വെച്ചിട്ട് അടച്ച് കനം ഒന്നും വിളിച്ചാൽ കനം വെക്കണമെന്നാണ്. കനത്തിനിപ്പോൾ എന്താ കുക്കർ വെച്ചാൽ എൻ്റെ ദം ബിരിയാണി. കൊള്ളാം. ശ്രീഹരി വായിക്കും തീവ്ര ഡിസി ഒരു പീസൊക്കെ എടുക്കണം കേട്ടോ. ഒരു പീസൊക്കെ ചെറിയ പീസൊക്കെ എടുത്തു. ആഹാ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം. ചൂടാണ്. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി, സൂപ്പർ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആ ബീഫിൻ്റെ നെയ്യ് അല്ലാണ്ടുള്ള നെയ്യ് എല്ലാം പിടിച്ച് സെറ്റ്. ഓക്കെ, ബൈ ഫോർ നൗ. അടുത്ത ബിരിയാണി വെക്കുമ്പോൾ അടുത്ത തവണ